കോൺഗ്രസുമായി ഒരു കാരണവശാലും സഹകരിക്കില്ല എന്ന് പറഞ്ഞ ബിഎസ്പിയുടെ മായാവതി ഇപ്പോൾ 10 സീറ്റിൽ ധാരണയുണ്ടാക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. വ്യക്തമായത് കോൺഗ്രസിന് വലിയ സ്വാധീനം ഉത്തർപ്രദേശിൽ ഇപ്പോൾ ചെലുത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എസ് പിയും ബി എസ് പിയും ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനം കാണിക്കുന്നുള്ളത്. അതായത് ആദ്യഘട്ടത്തിൽ അഖിലേഷ് തൻ്റെ നിലപാട് കൃത്യമായി വെളിപ്പെടുത്തിയിരുന്നു. അതായത് സഖ്യത്തിന് മുൻപ് തന്നെ അഖിലേഷ് വ്യക്തമാക്കി പറഞ്ഞിരുന്നു കോൺഗ്രസുമായി ഏകദേശം ഒരു 15 സീറ്റുകളോളം ധാരണയിലെത്താൻ അഖിലേഷ് ആദ്യഘട്ടത്തിൽ തന്നെ തയ്യാറായിരുന്നുവെങ്കിൽ പക്ഷേ ബി എസ് പിയുടെ മായാവതി ഒരു കാരണവശാലും അതിന് തയ്യാറായിരുന്നില്ല. അതിന് അവർ കാരണമായി കണക്ക് കൂട്ടിയത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ സ്വാധീനം ഉത്തർപ്രദേശിൽ കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചില്ല. അത് ശരി തന്നെയാണ്. പക്ഷേ വെറും 2 മണ്ഡലങ്ങളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും അതേ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു കണക്ക് കൂട്ടലുകൾ അന്ന് വളരെ ഏറ്റവും കുറഞ്ഞ ശതമാനമായിരുന്നു കോൺഗ്രസിന്റെ വോട്ട് ബാങ്കെങ്കിൽ. എന്നാൽ ഇപ്പോൾ പ്രിയങ്കയിലൂടെ അത് ഒരുപാട് മുന്നിലെത്തിയിരിക്കുന്ന ഒരു വലിയ കാഴ്ച ഉത്തർപ്രദേശിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതായത് പ്രിയങ്കയുടെ കടന്നുവരലിന് മുൻപ് തന്നെ 12% വോട്ട് കോൺഗ്രസിന് ഉറപ്പായിരുന്നു. അതായത് 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളും അതിലെ ശതമാനങ്ങളും ഒക്കെ പരിഗണിക്കുമ്പോൾ 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ചെറിയ മുന്നേറ്റം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ ലഭിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം പ്രിയങ്കയുടെ ഒരു കടന്നുവരവ് അത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. എടുത്തു പറഞ്ഞാൽ ബ്രാഹ്മണ, മുന്നോക്ക, ജാട്ട്, മുസ്ലിം വിഭാഗക്കാരുടെ വോട്ടുകൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ സാഹചര്യം കാണുന്നു. ഇതുകൊണ്ട് തന്നെയാണ് മായാവതി ഇപ്പോൾ 10 സീറ്റിൽ കോൺഗ്രസുമായി ധാരണയിലെത്താൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയും മായാവതിയും വേദി പങ്കിടില്ല എന്ന ഒരു കാര്യവും അവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി മാത്രമല്ല, ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധി പോലും മായാവതിയുമായി വേദി പങ്കിടില്ല എന്ന ഒരു നിർദ്ദേശവും അവിടെ വെക്കുന്നുണ്ട്. 10 സീറ്റുകളിൽ ധാരണയാകും. അതായത് അഖിലേഷ് തൻ്റെ സമാജ്വാദ് പാർട്ടിയുടെ പ്രവർത്തകരോട് കോൺഗ്രസിന് വോട്ട് മറിക്കാൻ പറഞ്ഞാൽ അവർ അതിന് തയ്യാറാവും. അതുപോലെ തന്നെ മായാവതി ബി എസ് പിയുടെ പ്രവർത്തകരോട് വോട്ട് മറിക്കാൻ പറഞ്ഞാൽ അവരും അതിന് തയ്യാറാകും. മറിച്ച് ഇവിടെ കാണുന്ന ഒരു വലിയ ഒരു തെറ്റ് മായാവതിയുടെ ഭാഗത്ത് തന്നെയാണ്. അതായത് കഴിഞ്ഞ 2014 തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ വിലയിരുത്താൻ വേണ്ടി ഒരിക്കലും പാടില്ല. കാരണം 2009 21 സീറ്റ് നേടിയവരാണ് കോൺഗ്രസ്. അന്ന് 20% വരുന്ന വോട്ട് കോൺഗ്രസിന് ലഭിച്ചിരുന്നു. എന്നാൽ ആ 20%-നേക്കാളും വലിയ വോട്ട് ഇപ്രാവശ്യം ലഭിക്കുമെന്നുള്ള ഒരു കണക്കൂട്ടലുകളുണ്ട്. അതായത് മോദി തരംഗം പോലെ ഇപ്പോൾ ഒരു കോൺഗ്രസ് ഉത്തർപ്രദേശിൽ തരംഗമായി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നിലവിലെ ഭരണവിരുദ്ധ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ സാഹചര്യം കാണാൻ വേണ്ടി സാധിക്കും. മറ്റൊരു കാര്യം, മുസ്ലിങ്ങൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ കാര്യം കാണുന്നു. ഇത് ഭീഷണിയാകുന്നത് ബി എസ് പിക്കാണ്. കാരണം ബി എസ് പി ലക്ഷ്യമിട്ടിറങ്ങുന്നത് മുസ്ലിം വോട്ടുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴുന്ന സാഹചര്യം കണ്ടപ്പോഴാണ് ഒരു മറുകണ്ഠത്തിലേക്ക് ഒരു ചിരിയുമായി മായാവതി കടന്നു വന്നത്. എന്നാൽ ഇത് പരിപൂർണമായും കോൺഗ്രസ് ഏറ്റുപിടിച്ചിട്ടില്ലെങ്കിലും ധാരണയാകാമെന്നുള്ള നിർദ്ദേശങ്ങൾ പ്രാദേശിക നേതൃത്വങ്ങളിൽ നിന്നും പോയിട്ടുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഒരു മുൻഗണന നൽകാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല. അതാണ് എടുത്തു പറഞ്ഞത്. മായാവതിയുമായി വേദി പങ്കിടാൻ പോലും തയ്യാറാവുന്നില്ല എന്ന ഒരു കാര്യം അവിടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ മായാവതി പരിഹസിച്ചിരുന്നു. ഉത്തർപ്രദേശിൽ വന്ന് കോൺഗ്രസിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള വലിയ ചോദ്യങ്ങൾ പോലും ഉന്നയിച്ചിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കോൺഗ്രസിനോടൊപ്പം നിന്നിരുന്നു. മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ള ഒരു വലിയ ഭീഷണിയാണ് അവിടെ മഹാസഖ്യമായ എസ് പി ബി എസ് പി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എസ് പിയുമായി കോൺഗ്രസ് ഇപ്പോൾ അടുപ്പത്തിലാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.